വർഷത്തിനുള്ളിൽ ദുബായ് വിമാനത്താവളത്തിലെ റെഡ് കാർപ്പറ്റ് സേവനം ഉപയോഗിച്ചത് 8 ലക്ഷം യാത്രക്കാരാണ്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സ്മാർട്ട് യാത്രാ സംവിധാനങ്ങളിൽ ഒന്നായാണ് റെഡ് കാർപ്പറ്റ് വിലയിരുത്തപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബയോമെട്രിക് സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ച റെഡ് കാർപ്പറ്റ് സംവിധാനം പാസ്പോർട്ടോ മറ്റ് യാത്രാരേഖകളോ കാണിക്കാതെ തന്നെ യാത്രക്കാർക്ക് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അറൈവൽ ഡിപ്പാർച്ചർ നടപടികൾ പൂർത്തിയാക്കാൻ സഹായിക്കുന്നതാണ്. 2026 ഏപ്രിൽ അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം അർഹരായ യാത്രക്കാരിൽ 83% പേരും ഈ സേവനം ഉപയോഗിച്ചത് ഡിജിറ്റൽ യാത്രാ സംവിധാനത്തിലേക്കുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിന്റെ തെളിവാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. യാത്രാ നടപടികൾ പൂർത്തിയാക്കാൻ മുൻപ് 12.5 സെക്കൻഡ് എടുത്തിരുന്നുവെങ്കിൽ റെഡ് കാർപ്പറ്റ് സംവിധാനത്തിലൂടെ അത് വെറും 3.4 സെക്കൻഡായി ചുരുങ്ങി. അതായത് 60% സമയലാഭമാണ് കൈവരിച്ചത്. ഒരു സമയം ഒരാൾ എന്ന രീതിയിൽ നിന്ന് 10 യാത്രക്കാരെ ഒരുമിച്ച് പ്രോസസ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമായും പദ്ധതി വികസിച്ചുവെന്ന് ജനറൽ ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. മുൻപ് ആവശ്യമായിരുന്ന 2 യാത്രാരേഖകളുടെ ആവശ്യകത പൂർണ്ണമായും ഒഴിവാക്കുകയും എല്ലാ കോണ്ടാക്ട് പോയിന്റുകളും ഇല്ലാതാക്കുകയും ചെയ്തതിലൂടെ പ്രവർത്തന മികവിലും ഡിജിറ്റൽ ഏകീകരണത്തിലും വലിയ മുന്നേറ്റമാണ് കൈവരിച്ചത്. റെഡ് കാർപ്പറ്റ് ഒരു സാങ്കേതിക നവീകരണം മാത്രമല്ലെന്നും ദുബായിയുടെ ആഗോള കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്ന സമഗ്ര യാത്രാനുഭവമാണെന്നും GDRFA ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മർരി പറഞ്ഞു. വേഗത മാത്രമല്ല ലക്ഷ്യം, വിശ്വാസവും ആദരവും അതിഥി സൽക്കാരവും ഉൾക്കൊള്ളുന്ന യാത്രാനുഭവം സൃഷ്ടിക്കലാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.